ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളും BSF HCM ആൻഡ് ASയുടെ ഫിസിക്കൽ പാസ്സായ കുട്ടികളാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ, ടൈപ്പിംഗ് നിങ്ങൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ BSF HCM ആൻഡ് ASയുടെ എക്സാം പാറ്റേണും പ്രോപ്പർ സിലബസ് അപ്ഡേറ്റ്സും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളും BSF HCM ആൻഡ് ASക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ, അതായത് ഫിസിക്കൽ പാസ്സായിട്ട് റിട്ടേൺ എക്സാമിന് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് BSF HCM ആൻഡ് ASയുടെ ഫിസിക്കൽ പാസ്സായിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഇതിന്റെ സെപ്പറേറ്റ് ഏതെങ്കിലും ഡിഫൻസ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഇനി അങ്ങോട്ട് എന്തായാലും ഒരു 2 to 3 വീഡിയോസ് കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. BSF HCM ആൻഡ് ASയുടെ ഫുൾ സെലക്ഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കില്ലിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കോമൺ ആയിട്ട് എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. കുട്ടികളെ, എക്സാം ഡേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ സ്റ്റാർട്ട് ആയ നിങ്ങൾക്കറിയാം. ഓൾ ഓവർ ഇന്ത്യയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മന്ത് മുതലാണ് ഫിസിക്കൽ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. എന്താണ്? മാർച്ച് മന്ത് മുതലാണ് ഫിസിക്കൽ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. നിങ്ങളുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആകാൻ പോകുന്നതോ ജൂൺ 2-നാണ്. 2 ജൂണിനാണ് നിങ്ങളുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം നിങ്ങളുടെ എക്സാം എന്തായാലും വരാൻ പോകുന്നത്, ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തതായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ജൂലൈയിൽ എന്തായാലും, അതായത് ജൂലൈ എൻഡോടെ നിങ്ങളുടെ എക്സാം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. പക്ഷെ നമുക്ക് ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങളുടെ അപ്ഡേറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ആവാൻ തന്നെ ജൂലൈ വരെ എടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം എന്തായാലും നടക്കാനുള്ള സാധ്യത ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിലായിരിക്കും കുട്ടികളെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇനി നിങ്ങളുടെ മുന്നിൽ നല്ല ടൈം ഉണ്ട്. ഇപ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ധാരാളം ടൈം ഉണ്ട്. ഫിസിക്കൽ എന്തായാലും നിങ്ങൾ പാസ്സായി, ഇനി എക്സാം ക്വാളിഫൈ ചെയ്താൽ മതി. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ആണ്. വളരെ നല്ലൊരു പോസ്റ്റ് ആണ് BSF HCM ആൻഡ് ASA എന്ന് പറയുന്നത്. രണ്ടും ക്ലിയറിക്കൽ പോസ്റ്റ് ആണ്. ASA എന്ന് പറഞ്ഞാൽ എന്താണ്? സീനിയർ ഓഫീസേഴ്സിന്റെ അണ്ടറിൽ വരുന്ന അസിസ്റ്റന്റ് ആയിട്ടുള്ള ജോബാണ്, അതായത് അസിസ്റ്റന്റ് ഓഫീസ് ജോബാണ് വരുന്നത് ASA പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. HCM എന്ന് പറഞ്ഞാൽ ഓഫീസിലൊക്കെ ക്ലർക്കായിട്ട് വരുന്ന പോസ്റ്റ് ആണ്. ഇത് രണ്ടും നല്ല പോസ്റ്റ് ആണ്, ഹൈ വാല്യൂ ഉള്ള പോസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ് ചെയ്ത് നിങ്ങൾ ഫിസിക്കൽ പാസ് ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. എന്തായാലും നിങ്ങളുടെ എക്സാം വരാൻ പോകുന്നത് ആഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മന്തിലായിരിക്കും. ഈ ഒരു മന്ത് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകും കുട്ടികളെ. സോ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സ്കീം ഓഫ് എക്സാമിനേഷൻ. അതായത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 9 മാസത്തിന് ശേഷമാണ് ഇതിന്റെ ഫിസിക്കൽ തന്നെ സ്റ്റാർട്ട് ആയത്. 2024 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം പിന്നെ ഇതിന്റെ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത്, അതായത് ഇതിന്റെ ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ടായി തുടങ്ങിയത് 9 മാസത്തിന് ശേഷമാണ്. അപ്പോൾ എന്തായാലും ഇതിന്റെ A to Z കാര്യങ്ങൾ മിക്ക കുട്ടികളും മറന്നുപോയി കാണും. അത് ഒന്നുകൂടി ഞാൻ റിവൈൻഡ് ചെയ്യാം. നിങ്ങളുടെ ഈ ഒരു ഫേസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. PST അതുപോലെ PET കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിനുശേഷം സ്കിൽ ടെസ്റ്റ് ആണ്. അതിനുശേഷം DV ആണ്. അതിനുശേഷം മെഡിക്കൽ ആൻഡ് RME ആണ് വരാൻ പോകുന്നത്. ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങളുടെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ സ്റ്റഡി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നല്ലപോലെ നിങ്ങൾ പഠിക്കണം. ഇതിന്റെ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ ഇതിന്റെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ മസ്റ്റ് ആയിട്ടും മെൻഷൻ ചെയ്യണം. നോക്കൂ കുട്ടികളെ, ഇതിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, ഈ കാണുന്ന സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത്. ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ വരുന്നതാണ്, 20 മാർക്സ്. പിന്നെ ജനറൽ ഇന്റലിജൻസ് 20 ക്വസ്റ്റ്യൻ 20 മാർക്സ്. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻ 20 മാർക്സ്. ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 20 ക്വസ്റ്റ്യൻ 20 മാർക്സ്. കമ്പ്യൂട്ടർ നോളജ് 20 ക്വസ്റ്റ്യൻ 20 മാർക്സ്. ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ 100 മാർക്കിനാണ് ടോട്ടൽ എക്സാം വരാൻ പോകുന്നത്. ടോട്ടൽ ലഭിക്കുന്ന ടൈമാണ് 1 hour 40 minutes. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഈ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇതിന്റെ പ്രോപ്പർ ഡീറ്റെയിൽ സിലബസ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങളും ഇതേ രീതിയിൽ പ്രോപ്പർ സിലബസ് അനുസരിച്ച്, അതായത് ഈ ഓരോ സബ്ജക്റ്റും അനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നാളെ മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് കാണും, റെക്കോർഡഡ് ക്ലാസ് കാണും, വീക്ക്ലി 6 days ക്ലാസ് ഉണ്ട്. പിന്നെ ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് പേപ്പർ ലഭിക്കുന്നതായിരിക്കും DPP എന്ന രീതിയിൽ. ടോട്ടൽ ഫീസ് എന്ന് പറയുന്നത് 4000 ആണ്. ഫുൾ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ഇതിന്റെ പ്രോപ്പർ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ഈ കാണുന്ന ഇംഗ്ലീഷിന്റെ, അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ് ഫുൾ ക്ലാസ്
നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം. വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ ഫിസിക്കലി പാസ്സായത്. ഇനി റിട്ടേൺ എക്സാമിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്യണം. ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമിയിലെ ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. പ്രോപ്പർ ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ടൈപ്പിംഗ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. കുട്ടികളെ, നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് ആണ് ഇതെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ടൈപ്പിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. നിങ്ങളുടെ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിനു ശേഷം നിങ്ങളുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് ആണ്. നിങ്ങൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ടൈപ്പിംഗ് നല്ലപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് അവിടെ സെലക്ഷൻ കിട്ടിയതിനു ശേഷം അവിടെ ആരും നിങ്ങൾ ടൈപ്പിംഗ് പഠിപ്പിക്കാൻ പോകുന്നില്ല. ഒരു ബേസിക് സ്കില്ലെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ടൈപ്പിംഗിന്റെ. അതുകൊണ്ട് ഈ ഒരു സമയത്ത്, അതായത് ഫിസിക്കൽ പാസ്സായാലും നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ ടൈപ്പിംഗ് നിങ്ങൾ നല്ലപോലെ പഠിച്ചാലും ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടുത്തെ സ്കിൽ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ റിട്ടേൺ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് കൂടി ഇംപ്രൂവ് ചെയ്യുക. ടൈപ്പിംഗ് കോഴ്സ് എടുക്കുക. എന്നിട്ട് നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് ഇംപ്രൂവ് ചെയ്യുക. ടൈപ്പിംഗ് ഉടനെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. സോ ലാസ്റ്റ് പോയിന്റ് ആണ് ഇതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. കുട്ടികൾ, ഈ ഒരു എക്സാമിന്റെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇതൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത്. കട്ട് ഓഫിന്റെ ഡീറ്റെയിൽ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഇനിയും ഈ ഒരു ഫോഴ്സ് റിലേറ്റഡ്, അതായത് ഈ ഒരു BSF HCM ആൻഡ് ASI എന്ന് പറയുന്ന ഈ ഒരു ട്രേഡ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 2025 BSF HCM ആൻഡ് ASI എന്ന പോസ്റ്റിലേക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.